ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹണിമൂൺ. അതെ, ബേബി മൂൺ. നമ്മള് മൂന്നാറാണ്. ഭയങ്കര ക്ലൈമറ്റ് ആണ് കേട്ടോ, മഴയും ഭയങ്കര വിഷയമാണ് കേട്ടോ. മണ്ടലോട്ടൊക്കെ കേട്ടോ ഒടുക്കത്തെ രസമാണ്. അപ്പൊ നമ്മള് മൂന്നാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്നേ ഇൻട്രോ എടുക്കാന്ന് വെച്ചു, പക്ഷെ നമ്മൾ വിചാരിച്ച് ഇവിടേക്ക് വന്നിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു വൈബായിരിക്കും. അത് അങ്ങനെയാണ് മൂന്നാർ വന്നിട്ട് എടുക്കാന്ന് വെച്ചത്. വണ്ടികളൊക്കെ പോകുന്നു, ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ കയറാൻ പോവാണ്. അവിടെ ചെന്ന് നമ്മളെ ഒരു ഹോട്ടലാണ്, പറക്കാട്ട ഹോട്ടലാണ്. അതെ, അപ്പൊ നമ്മള് പറക്കാട്ട് നേച്ചർ റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ടാണ് അവിടെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെയും കൂടെ പോയി എൻജോയ് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഗായ്സ്, വന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓഹോ മൂന്നാറിലും മഴയായിരിക്കും. മഴയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി കോടയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മൂന്നാറേ വരുന്നത്, അതുകൊണ്ട് എനിക്കിതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി കോടയായിരുന്നു. പോണ വഴി ഓപ്പോസിറ്റ് വണ്ടി ഇങ്ങ് തൊട്ടടുത്ത് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പറക്കാട് റിസോർട്ട്. അടിപൊളി റിസോർട്ടാണ്. ജസ്റ്റ് ഞാനൊന്ന് വിൻഡോയിൽ നോക്കി വ്യൂ ഒന്ന് നോക്കിയിട്ട് നേരെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. വിൻഡോ സൈഡിൽ കോട കണ്ട. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നീനു ബേബിക്ക് ഹൈ ചെയറൊക്കെ കിട്ടി കേട്ടോ. അവിടെ നമുക്കൊരു പ്രത്യേക വ്യൂ ആണ്. വ്യൂ സൈഡിൽ നിന്ന് ഇരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ എനിക്ക് പിന്നെ സാലഡൊക്കെ ആണല്ലോ, അതുകൊണ്ട് സാലഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഈ എല്ലാ ഫുഡും ഒരുവിധം നമുക്ക് എല്ലാ ഫുഡും അവിടെ അവൈലബിൾ ആണ്. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ, സത്യത്തിൽ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഒരു അവിയൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ അവിയലെന്ന് ഒക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസോർട്ടിൽ തന്നെ താഴെയുള്ള കുറേ കാണാനൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ സോണിക്ക്, നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, കൂട്ടിക്കൊണ്ട് പോയി. ഇത് അവിടുത്തെ തന്നെ, ഇത് നാച്ചുറലായിട്ടുള്ള വെള്ളച്ചാട്ടം തന്നെയാണ്. അവർ ഇങ്ങനെ നമ്മുടെ ചെറിയൊരു പാലമൊക്കെ ഇത് സെറ്റാക്കിയിട്ട്, ഇത് കേവ് റൂമിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ കണക്ക് പാറയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. അടിപൊളി ഒരു നമ്മൾ നേച്ചറുമായിട്ട് നല്ല ചേർന്ന് നിൽക്കുന്ന കണക്ക് തന്നെ തോന്നും. കപ്പിളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു അടിപൊളിയായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ കണ്ട് മോൾ അനിയത്തിയിടയിലോട്ട് ഞാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതൊരു നെറ്റ് പോലെയുള്ളതിൽ കൂടെ നടന്നു പോയി. ഒരു ചെറിയ രീതിയിലൊരു അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടേതായ രീതിയിൽ റിസോർട്ട് മാത്രം പോരല്ലോ, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. എൻ്റർടൈൻമെൻറ്റ് ഇല്ലാതെ എന്ത് ജീവിതമല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിളാണ് നടക്കാൻ, എന്നാലും നമ്മൾ കാണുന്നതിൻ്റെ അത്ര സിമ്പിളല്ല. കാരണം കാലൊക്കെ ഒന്ന് ചരിച്ചു വെച്ച് നടക്കണം കേട്ടോ. ഇത് നമ്മൾ സൈക്ലിങ്, ഇതിനകത്ത് ഏട്ടൻ കയറിയില്ല, ഞാൻ മാത്രമേ കയറിയുള്ളൂ. ഏട്ടൻ താഴെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഇതിനകത്ത് 2-3 തവണ കയറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു റിസോർട്ട്, നമ്മളെ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇത് പൂളൊക്കെ ഉള്ള റൂമാണ് കേട്ടോ. പൂളും അറ്റാച്ച്ഡ് മിനി പൂൾ വില്ലയാണ് കേട്ടോ. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് വേറെ പൂളൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ ഒരു പ്രൈവസി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതാണ് ചൂസ് ചെയ്തത്. നീനു ബേബി അവിടെ എല്ലാം കിടന്ന് വിതറുകയാണ് ഗൈസ്. വിൻഡോ സൈഡ് വ്യൂ അടിപൊളിയാണ് കേട്ടോ. തേയിലത്തോട്ടം, നല്ല കോടയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്യാമ്പ് ഫയർ ആയിരുന്നു. സോണിക്കാണ് DJ. ഇത് DJ അല്ലേ എല്ലാം സെറ്റാക്കിയത്. ആ പിള്ളേരൊക്കെ അടിപൊളി ഡാൻസാണ്. മഴ ആയതുകൊണ്ട് ഞാൻ ബേബീനെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല, എന്നാലും അടിപൊളി ഡാൻസ്. ഈ പയ്യൻ നല്ല ഡാൻസായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് കളിച്ചത്. അത് നേരത്തെ പിന്നെ നമ്മൾ നേരെ ഫുഡിങ് ടൈമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുക ഏത് സമയം ഫുഡ് ആണെന്ന്, പക്ഷേ ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി ഫുഡ്സ് ആയിരുന്നു. ഇതെല്ലാം അടിപൊളിയല്ലേ. ഇത് മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗ് ടൈമിൽ നീനു ബേബി ഉറക്കം എഴുന്നേറ്റ്. എന്തായാലും ഇവിടെ വന്നിട്ട് നീനു ബേബി രാത്രി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, തണുപ്പൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു നീനു ബേബി നല്ല ഉറക്കമായിരുന്നു. ഇടയ്ക്കൊന്ന് 1-2 തവണ മാത്രമേ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ അവളെ ജസ്റ്റ് ഒന്ന് ഇതാക്കുവാണ് കേട്ടോ. നേരെ ബൊഫെ ആയിരുന്നു മോർണിംഗിൽ. ബ്രേക്ക്ഫാസ്റ്റ്, വെറൈറ്റി ഓഫ് ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണിക്കുക തന്നെ വേണം കേട്ടോ, അതുകൊണ്ടാണ് ഇത് കാണിക്കുക. കാരണം അത്രത്തോളം
വെറൈറ്റി ഫുഡ്സാണ് അവർ ബൊഫയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീനു ബേബിക്കും എനിക്കും ഒക്കെ ഉള്ളത്, എനിക്ക് പൂരിയൊന്നും വേണ്ടായിരുന്നു, എനിക്ക് ഇഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയായിരുന്നു കേട്ടോ. കാരണം നീനു ബേബിക്ക് കൂടെ കൊടുക്കുന്നതല്ലേ. ഇവിടുത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ നീനു ബേബിക്ക് കൊടുത്തത്. ഒന്നീ ദോശ കാണും, അല്ലെങ്കിൽ അപ്പം കാണും, ഇഡലി കാണും, ഇതെല്ലാം കാണും അവിടെ. ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസ് അവൾക്കും ഇഷ്ടമാണ് കേട്ടോ. ക്യാരറ്റും ബ്രക്കോളിയൊക്കെ അവൾക്കും ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ അകത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അശ്വിൻ്റെ കൂടെ ജീപ്പ് സഫാരിക്കാണ് പോയത്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു അശ്വിൻ. അപ്പോൾ നല്ല ഇറക്കം. ഇവിടെയൊന്നും നമുക്ക് കാറിൽ പോകാൻ പറ്റത്തില്ല. കാറിലാണെങ്കിൽ നമ്മൾ പെട്ട് പോവും ഗൈസ്. അതിനുശേഷം നമ്മൾ സിബ് ലൈനിലോട്ടാണ് കേട്ടോ കയറിയത്. ഇത് കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോഴത്തേക്കും ഞാൻ നോക്കുവാണ്, ഈശ്വര ഇത് എന്താണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ പ്രത്യേക പരിപാടിക്ക് പോവാണ്. സിപ്പ് ലൈൻ, വാട്ടർഫോളിന്റെ നടുക്കൂടെയുള്ള സിപ്പ് ലൈൻ അല്ലേ ചു? എന്തരാവുന്നോ എന്തോ. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വാട്ടർഫോൾ ഒക്കെ കാണാം. ഓക്കെ, ഫോട്ടോ അവിടെ ക്യാമറമാൻ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്താ ഇറങ്ങി പിടിച്ച് റെഡിയല്ലേ? ഫുള്ള് ബെൽറ്റിൽ വെയിറ്റ് കൊടുത്തില്ലേ? ബെൽറ്റിൽ വെയിറ്റ് കൊടുക്കാവുള്ളൂ. ഓക്കെ, കിടന്നല്ലേ? ഫോട്ടോ ഫോട്ടോ ഫോട്ടോ. ഗായ്സ്, ഇതൊരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ മൂന്നാർ പോവുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇത് അടിപൊളിയാണ്. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പേടിയാവും കേട്ടോ. പേടിയില്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇങ്ങനത്തെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ നല്ല സ്പീഡിലാണ് പോണത്. ഇപ്പോൾ ഇടിക്കും എന്ന് തോന്നുമ്പോൾ അവർ നമ്മളെ പിടിച്ചു നിർത്തും. നല്ല സെക്യൂരിറ്റി സേഫ്റ്റി ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് എൻ്റെ അനിയത്തിയാണ്. അവൾക്ക് കപ്പിൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയപ്പോൾ എങ്ങനെയായിരുന്നു എന്തോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് കണ്ട വെള്ളച്ചാട്ടമാണ് കേട്ടോ. നമ്മൾ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. എനിക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബേബി ഉണ്ടായതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പോഴത്തെ അമീബ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു പഴയ ഒരു പാലമാണ് കേട്ടോ, തൂക്കുപാലമാണ് ഇവിടെ. അവിടെ താഴെ ഉണ്ടോ പാറകൾ. ഈ പാറയിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകും. ആ പാറയിൽ കൂടെ വെള്ളം ഒഴുകിയിട്ടാണ് ഇതുപോലുള്ള കുഴികളൊക്കെ ഇല്ലേ, ഗർത്തങ്ങൾ എന്നൊക്കെ വേണേൽ പറയാം, അങ്ങനെയൊക്കെ ഉണ്ടായത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഡാമിലാണ്. ഇത് ചെന്നൈ എക്സ്പ്രസ് ഇല്ലേ, നമ്മുടെ ഷാറുഖ് ഖാൻ്റെ, അതിനകത്ത് വണ്ടി തള്ളിയിടുന്ന സീൻ എടുത്തത് ഇവിടെയാണ് കേട്ടോ. അതാണ് നമ്മുടെ ഡാം. ഇവിടെ താഴോട്ടാണ് ജീപ്പ് തള്ളിക്കൊണ്ട് പോണ സീൻ. ഇത് നമ്മൾ അവിടെ നിന്ന് കുന്നുപോലെ കയറി വേണം തിരിച്ചു പോകാൻ. ഇതൊരു കുന്നാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അവിടെ അശ്വിൻ കൊണ്ടുവന്ന് അവിടെ ഒരൊറ്റ കടയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ അത് പോണ വഴിക്ക് കൊക്കോ ഒരുപാട് അന്വേഷിച്ചായിരുന്നു. പക്ഷേ ഈ കടയിലുണ്ടായിരുന്നു. പക്ഷേ അത് അശ്വിൻ പറഞ്ഞു അത് ഇത്ര പോരാന്ന്. അങ്ങനെ ഈ സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വലിയൊരു താഴ്ചയിലോട്ടാണ്. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല, അത്രയ്ക്ക് വലിയൊരു കുഴിയാണ്. നല്ല കുന്നിൻ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു പോണ സീനാണ് കേട്ടോ. ഇത് പോണ വഴിക്കുള്ള വെള്ളച്ചാട്ടമാണ്, വെറുതെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.